എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു മൂന്ന് മാവ്, വ്യത്യസ്തമായ ഒരു മൂന്ന് മാവ്, നാട്ടുമാവ് ലെയർ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇന്ന് കൊണ്ടുവന്നത്. ഇത് ലെയറിംഗ് ആണ്, മൾട്ടിഗ്രാഫ്റ്റ് അല്ല. ഇത് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കരഞ്ചേരിയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂല. കാരണം ഇതിൻ്റെ പേര് പോലും അറിയില്ല എനിക്ക്. പക്ഷേ ഈ മൂന്ന് മാവിൻ്റെയും മാങ്ങ ഞാൻ കഴിച്ചിട്ടുണ്ട്. മൂന്ന് വ്യത്യസ്തമായ ഒരു രുചിയുള്ള മാവ്, നല്ല മധുരത്തിൽ മുന്നിൽ നിൽക്കുന്നു. ഒരു 2-3 പ്രാവശ്യമെല്ലാം കായ്ക്കും. അതാണ്. പിന്നെ നാംഡോക്കുമായി ഒന്നും ഇതിൻ്റെ അടുത്ത് വരില്ല. നാംഡോക്കുമായും ഗോലാക്കും, പക്ഷെ ഗോലാക്കും നാംഡോക്കുമായി അതിൻ്റേതായ ഒരു ടേസ്റ്റ്. പക്ഷേ അതിൽ ഒരു വ്യത്യസ്തമായ എല്ലാ മാവിനും അതിൻ്റെ ഒരു ഗുണവും രുചിയുണ്ട്, അത് വേറെ തന്നെയാണ്. പക്ഷേ നാട്ടുമാവിനെ വെല്ലാൻ ഇതിൻ്റെ കായ് വലും നമ്മളെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയിട്ടും കായ്ക്കാനും പൂക്കാനും ഇതിനൊക്കെ വെച്ച് വെക്കാൻ ഇന്ന് യൂട്യൂബിൽ കാണുന്ന ഹൈബ്രിഡ് മാവും, അതായത് പിന്നെ ഈ തായ്ലൻഡ് മാവും, ഇതൊന്നും ഇതിൻ്റെ അടുത്ത് പോലും നിൽക്കത്തില്ല. അത്ര സൂപ്പർ ടേസ്റ്റുള്ള മാവാണ് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 3 കമ്പിൽ ലെയർ ചെയ്തത്. കാരണം ഇത് മിക്കവാറും ആ സ്ഥലത്തുനിന്ന് ഇത് മുറിച്ച് മാറ്റപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായത്. ഇതിൻ്റെ മൾട്ടിഗ്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബായ്. ഇനി ഇതിപ്പം ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യണം. മണ്ണിൽ നടാൻ പറ്റില്ല, കാരണം ഇത് ലെയർ ചെയ്തതാണ്. ഈ തായ് വേര് ഇതിന് ഉണ്ടാവില്ല, അതുകൊണ്ട് ലെയർ ചെയ്തിട്ട് പിന്നെ ഇത് ഡ്രമ്മിലേക്ക് ഇതിന് സെറ്റ് ചെയ്യണം. ഡ്രമ്മിലേക്ക് അപ്പോൾ മണ്ണിൻ്റെ pH എല്ലാം കറക്റ്റാക്കിയിട്ട് 3 ഗ്രോ ബാഗിൽ ഞാൻ മണ്ണെല്ലാം നിറച്ച് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഉമ്മായി ഒരിക്കലും ഞാൻ എൻ്റെ മണ്ണിൽ ഞാൻ കയറ്റത്തില്ല. ഈ രാസവളത്തിൻ്റെ ഒരു തരി പോലും എൻ്റെ മണ്ണിൽ പ്രവേശനമില്ല. ഓക്കെ, ബായ്.